ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നേരം വൈകി. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി. രാവിലത്തെ ദോശ ഞാനിപ്പോൾ ഉണ്ടാക്കി തിന്നുള്ളൂ. അരച്ചിട്ട് വീട്ടിൽ തന്നെ ഞാൻ മിക്സിയിൽ തന്നെ ഇടലാണ്. അരച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ ദോശ ചൂടാന്ന് വിചാരിച്ച്. ദോശ ഇഡ്ഡലി നമ്മൾക്ക് വേണ്ടത് ചൂടാം. ഞാൻ മാവ് ഇതിൽ സോൾട്ടും സോഡ മാവൊക്കെ ഇട്ടിട്ട് കലക്കി വെച്ചിക്കണ്. ശേഷം പിന്നെ നമ്മൾക്ക് ഇന്നലെ മുന്നക്കാക്ക വരുമ്പോൾ കൊടുന്നതാണിത്. മീൻ നമ്മളവിടുത്തെ മീശുള്ള മീനില്ലേ, അതാണ് ഇവിടെ മാർവായി എന്ന് പറയുന്നത്. അതോടൊപ്പം വളർത്തുന്ന ടൈമിലൊക്കെ തിന്നതാണ്. ഇതിവിടെ ഇവിടുന്ന് പിടിച്ച് കൊടുന്നതാണ് ഇവർ. അപ്പോൾ അത് ഇന്നലെ രാത്രി ക്ലീൻ ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അത് ഐസായിരുന്നു. ഇപ്പെടുത്തപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചതാണ്. രാത്രിക്കൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പം ഉണ്ടാക്കില്ല, ആളില്ലാത്ത കാരണം രാത്രി ഉണ്ടാക്കുകയുള്ളൂ. ചെറുനാരങ്ങ ഇതിങ്ങനെ വാങ്ങിയിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എങ്ങനെ വെക്കുക എന്ന് പറയുമ്പോൾ, നമ്മൾ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ പഴയ നോട്ട്ബുക്കിൽ നല്ല ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് നല്ല ചുറ്റിയിട്ട് ഡബ്ബയിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരുപാട് ദിവസം നിൽക്കും. നമ്മൾക്കിത് കേരളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലെമൺ റൈസ്, പുളി റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കും. പിന്നെ ഇങ്ങനെ പാക്കറ്റ് വരും. ഇവിടെ പുളിയോദര എന്ന് പറയും. ഇങ്ങനെ പാക്കറ്റ് വരും. എന്താ അതിൻ്റെ പൗഡറാണിത്. നമ്മളിവിടെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടും ഉണ്ടാക്കും. ലെമൺ റൈസ്, ടൊമാറ്റോ റൈസ്, പുളി അതേപോലത്തെ റൈസ്, അതൊക്കെയാണ് ഇവിടെ കൂടുതലും. നമ്മൾ കേരർ ഉണ്ടാക്കണൊക്കെ ടൈമിൽ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇപ്പോൾ ജോലിക്കൊക്കെ പോണവർ കൂടുതൽ അങ്ങനെയാണ് കൊണ്ടുപോകുക. കാരണം കേട് വരില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങി വെക്കുന്നതാണ് ഞാൻ. കേരർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടക്കും തലക്കൊക്കെ ഇതൊന്നും ഉണ്ടാക്കും. പിന്നെ സാധാരണ നമ്മൾ പച്ചക്കറി, പിന്നെ ചിക്കൻ വാങ്ങുന്ന ടൈമിൽ ചിക്കൻ അതൊക്കെ കുറച്ച് എടുത്ത് വെച്ചിട്ട് രാവിലെ കേരറിൽ കൊടുത്തയക്കും. അങ്ങനെയാണ് ചെയ്യൽ. ഇത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഞാൻ ദോശ ചുടണം. ചീനച്ചട്ടിയിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഉള്ളി, സവാള നമുക്കൊന്ന് ചട്ടി ചൂടായതിന് ശേഷം ദോശ ചുടും. ഇതിലേക്ക് കൂട്ടാൻ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ കുറുമയാണ്. ചട്ടി തുടക്കേണ്ട ഗതിയാണ് എനിക്ക്. തൽക്കാലം കൂട്ടാൻ ഉണ്ടാക്കാനുള്ള ടൈമില്ല. ഒരു ബ്ലൗസെങ്കിലും അടിച്ചതിൻ്റെ ശേഷം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാം. രണ്ട് ദോശ. ബാക്കി പിന്നെ മാവുള്ളത് അമ്മ ഉച്ചക്ക് വരും. പിന്നെ ഓളുണ്ടാക്കി ദോശ ചുട്ട് തിന്നു. ഇവിടെ സ്കൂളിൽ നിന്ന് ചോറ് തിന്നലില്ല. ആണ് നമ്മളെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ. ആന്ധ്രയിൽ ഇതാ ദോശ, ഇഡ്ഡലി, പൊങ്ങൽ, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ. മീനൊന്നും ഇങ്ങനെ നമ്മളവിടുത്തെ മാതിരി ദിവസവും നമ്മൾ മീൻ വാങ്ങി തിന്നുക. അത് നല്ല കൂടുതൽ പച്ചക്കറികളാണ് തിന്നല്. ആഴ്ചയിൽ 2 പ്രാവശ്യം ചിക്കൻ, അതും മീൻ എപ്പോഴെങ്കിലൊക്കെ കൊണ്ടുവരുള്ളൂ.
ചില നേരത്ത് കേരളത്തിലെ അവിടുത്തെ ചോറും അവിടുത്തെ മീൻ പൊരിച്ചതും പപ്പടം പൊരിച്ചതും ഉപ്പേരിയും അവിടെ അമ്മ ഉണ്ടാക്കുന്ന ചോറൊക്കെ തിന്നാൻ പൂതിയാവും. അവിടുത്തെ ബീഫും പൊറോട്ടയും അതൊക്കെ തിന്നാൻ പൂതിയാവും ചില ടൈമിൽ. എന്താ ചെയ്യുക, 6 മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ വരുള്ളൂ, അപ്പം തിന്നാം. ഇതാ ദോശ കൂട്ടാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വന്നിരുന്ന്. ടേബിളൊന്നുമില്ല, ഇവിടെ എല്ലാവരും താഴത്തിരുന്നിട്ടാണ് തിന്നാറ്. ഞാനിതാ സ്റ്റൂള് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ പഴയ കാലത്തത്തെ തന്നെ കസാലമ്മൽ സ്റ്റൂളുമ്മലൊന്നും ഇരുന്ന് തിന്നണത് അല്ലാതെ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എല്ലാവരും താഴത്ത് നല്ല ചമ്മനപ്പഴം ഇട്ട് ഇരുന്നിട്ടാണ് തിന്നൽ. ദോശ കുറുമ, ഇന്നലത്തെ കുറുമയാണ്. അപ്പോൾ അത് ഞാൻ കഴിക്കട്ടെ. അപ്പോൾ എന്തായാലും മീനും കൂടെ കായം പുരട്ടി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് ഞാനിതിൽ ചെറിയ ഉള്ളി ഇല്ല, പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചും വലിയ ഉള്ളി ഒന്നും, മഞ്ഞൾപ്പൊടി മുളകും പൊടി ലേശം മല്ലിപ്പൊടി, അതാണ് തക്കാളി, ഒരു തക്കാളി അതുമാണ് ഇട്ടിട്ടുള്ളത്. മിക്സിയിലിട്ടിട്ട് വീഡിയോ കട്ട്. അങ്ങനെ നമ്മളിതാ മീൻ ഐസൊക്കെ പോയി ഒന്നും കൂടെ നല്ല കഴുകിയെടുത്ത് അത് മസാല റെഡിയാക്കി. ലേശം പെരുംജീരകവും നല്ല ജീരകവും ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ലേശം മല്ലിപ്പൊടി ഇതൊക്കെ കൂടി മിക്സിയിലിട്ടുണ്ട് അരച്ച് അതിലേക്ക് പകുതി ലെമൺ, നമുക്ക് ചെറുനാരങ്ങ ലേശം പിഴിഞ്ഞ് പിഴിയാം. വീഡിയോ എടുക്കാൻ പറ്റണില്ല ഒറ്റക്കായ കാരണം. അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് സോൾട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഫ്രിഡ്ജിൽ ഇത് ഉപ്പിട്ട് ഇതൊക്കെ ഇട്ട് വെച്ച കാരണം ഇപ്പോൾ നല്ല ഉപ്പ് പൊടിച്ചിക്കണ്. കഴുകിയിട്ടും ഇത് ഫിഷ് മസാലൻ്റെ പാക്കറ്റാണ്, ഇത് ആച്ചിൻ്റെ, അതൊരു ലേശം ഇട്ടെടുത്ത് നല്ല മിക്സ് ചെയ്ത് ലേശം എണ്ണ ഒഴിച്ച് ഈ ഒരു പരുവം. ഇത് ഈ മീനായ കാരണമാണ് പെരുംജീരകവും നല്ല ജീരകമൊക്കെ ഇട്ടത്. ഇത് ഇതേപോലെ എൻ്റെ താത്ത, ഞാനൊക്കെ കല്യാണം കഴിക്കണൊക്കെ മുന്നേ ഇപ്പോൾ വളർത്തിയിരുന്ന അപ്പോഴൊക്കെ എൻ്റെ താത്ത ഉണ്ടാക്കിയിരുന്നു ഈ മീൻ. ഇങ്ങനെ നല്ല ടേസ്റ്റാണ് അപ്പോൾ തിന്നാനത്. ആ ടേസ്റ്റിലൊന്ന് തിന്നാമെന്ന് വിചാരിച്ച് സാധാരണ ഇഞ്ചും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒരു തക്കാളി ഞണ്ടിപ്പിഞ്ഞ് ലെമൺ വെച്ച് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ. ഹലോ, ആ ആ ആ ஆ சரி வாங்கிட்டு வந்துடுறேன். ஆ சரி ஆக்கம்பா. അപ്പോൾ അതിന് നമ്മളെ മുന്നാജിൻ്റെ ഒരു ഫോൺ എന്തോ
ഷർട്ട് ബുക്ക് ചെയ്തിരുന്നു. ആ ഷർട്ട് പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ടല്ല. അപ്പം അത് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നമുക്കിത് കഴിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് വരണം. അടുത്തുള്ള അങ്ങാടി തന്നെയാണ് പോസ്റ്റ് ഓഫീസുള്ളത്. അപ്പം നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി ഇതാ ഞാൻ വാങ്ങിക്കൊടുന്ന് പാർസല്. അത് മുന്നാജി ഷർട്ട് ബുക്ക് ചെയ്തതാണല്ലത്. അത് പാർസലിൽ വന്നിട്ടുണ്ട്. അൺബോക്സിങ്, അതിൻ്റെ അൺബോക്സിങ് ആണിത്. വേണ്ടടാ, ഒരു ഷർട്ട് വെളിയേട്. XXL പാറ്, XXL. നേർത്തുന്ന ആളിൻ്റെ ഇളച്ചിയാണ്. ഏതാ ओके, कपड़ा अच्छा है देख. नहीं रियाज करना ले सका है कि. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.